സങ്കീർത്തനം 4-ാം അധ്യായം നമ്മോട് പറയുന്നു, വിളിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു എന്ന്, ഇപ്പോൾ തന്നെ കേൾക്കുന്നു എന്ന്, ഇരുട്ടിൻ്റെ നടുവിലും മറുപടി ഉണ്ടെന്ന്. നമ്മുടെ ഹൃദയം ഭാരം കൊണ്ട് തളരുമ്പോഴും അവൻ അകലെയല്ലെന്ന്. നമ്മുടെ ഉള്ളിൽ ആരും കാണാത്ത ചോദ്യങ്ങൾ കത്തുന്നു. ദിവസം മുഴുവൻ പിടിച്ചു നിന്ന ശേഷം രാത്രി നിശബ്ദത്തിൽ നമ്മൾ ഉടുങ്ങുന്നു. പുറത്ത് ശാന്തി പോലെ തോന്നുമ്പോഴും ഉള്ളിൽ കലക്കം നിൽക്കുന്നു. ചിലരപ്പോൾ നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ശ്വാസം പോലും ഭാരമായി തോന്നുന്ന നിമിഷങ്ങളുണ്ട്. ഈ നിമിഷം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു. ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മറുപടി വൈകുമ്പോൾ നമ്മൾ തളരുന്നു. കാത്തിരിപ്പിൻ്റെ നീളം നമ്മെ ഭയപ്പെടുത്തുന്നു. ഇപ്പോൾ ഞങ്ങളെല്ലാം നിന്റെ മുമ്പിൽ വയ്ക്കുന്നു. ഞങ്ങളുടെ ഭയം, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ എല്ലാം നിനക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ നിനക്കുള്ളവരാണ്. നമ്മുടെ ജീവിതം നിന്റെ കൈകളിൽ സുരക്ഷിതമാണ്. നീ നമ്മെ നീതിയിൽ ഉറപ്പിക്കുന്നു. കാറ്റടിച്ചാലും ഞങ്ങൾ അലയാതെ നിൽക്കാൻ നീ സഹായിക്കുന്നു. കുലുങ്ങുന്ന ഹൃദയത്തെ നീ സ്ഥിരമാക്കുന്നു. നമ്മുടെ ചുവടുകൾക്ക് ദിശ തരണമേ. ശബ്ദങ്ങളുടെ നടുവിൽ നിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ അനുവദിക്കണമേ. തെറ്റായ വഴികളിൽ നിന്ന് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരണമേ. നമ്മുടെ മനസ്സിൽ നിന്റെ സമാധാനം നിക്ഷേപിക്കണമേ. രാത്രിയിൽ കിടക്കുമ്പോൾ ഭയമല്ല, സമാധാനം നിറയട്ടെ. കണ്ണുകളടയ്ക്കുമ്പോൾ ആശങ്കയല്ല, വിശ്വാസം വളരട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പ്രകാശിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ ഒറ്റക്കല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ കേൾക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിൽക്കുന്നു. നമ്മുടെ വീടുകൾക്ക് അനുഗ്രഹം പ്രഖ്യാപിക്കുന്നു. നമ്മുടെ മനസ്സുകൾക്ക് ശാന്തി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഭാവിക്ക് പ്രത്യാശ പ്രഖ്യാപിക്കുന്നു. നിന്റെ സമാധാനത്തിൽ ഞങ്ങൾ വിശ്രമിക്കുന്നു. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഉറങ്ങുന്നു. യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ